ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പെരുന്നാൾ ദിവസം രാവിലെ കേട്ടോ, ഇത് ചെറിയ ആളെ ഡ്രസ്സാണ്. ട്രൗസർ, പിന്നെ ഒരു ചെരുപ്പുണ്ട്, ഒരു ടീഷർട്ടും ഉണ്ട് കേട്ടോ. അപ്പം ആളെ സെറ്റാക്കി കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്താണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണേ. പിന്നെ വലിയ ആളെ ഡ്രസ്സാണ് കേട്ടത്. ആൾക്ക് പാൻറ്റും ഷർട്ടും അതേപോലെ ചെരുപ്പും. ഈ രണ്ട് ഡ്രസ്സും ഉമ്മാൻ്റെ വക എടുത്ത് കൊടുത്താണ് കേട്ടോ. അപ്പോൾ മാഷാല്ലാ അവർ സെറ്റായി ഒരുങ്ങി. എനിക്ക് ഈ പാൻറ്റ് കാണുമ്പോൾ നമ്മളെ പണ്ടത്തെ ജയൻ്റെ പാൻറ്റൊക്കെ ഓർമ്മ വരും. കാരണം ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് തോന്നില്ലേ. ഏതായാലും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോഴത്തെ മോഡലാണെന്ന് തോന്നുന്നത്. ഏതായാലും അവർ രണ്ടാൾ സെറ്റായി. പിന്നെ അവർ പള്ളിയിൽ പോയിട്ടാണ്. പിന്നെ നമുക്ക് കിച്ചണിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർ രണ്ടുപേരെ ഒരുക്കി നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. മന്തി, പിന്നെ അതിലേക്കൊരു മസാല ഉണ്ട്, ദെൻ ബ്രോസ്റ്റുമാണ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളിയും ക്യാപ്സിക്കും പച്ചമുളകും മാഗി ക്യൂബും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റിയെടുത്ത് പിന്നെ നമുക്ക് റൈസ് അതിലോട്ട് ഇട്ടാൽ മതി. പിന്നെ ചിക്കൻ ഓൾറെഡി ഞാൻ കുക്കറിൽ 2 വിസിലടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അതിന് കുറച്ച് മസാല നമ്മൾ ഈ മന്തിയിൽ റൈസിൻ്റെ കൂടെ ആഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അത് ചോറ് ഊറ്റിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം നമ്മളെ മന്തി റെഡിയാവും. പിന്നെ ഈ മസാല സെറ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടത്. അത് ആ മസാലേൻ്റെത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രോസ്റ്റ്, ഈ ബ്രോസ്റ്റ് പൗഡർ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് കേട്ടോ. അതായത് കടയിൽ നിന്ന് വാങ്ങിച്ചതൊന്നുമല്ല. അടിപൊളി ടേസ്റ്റാണ്. അതൊരു സ്പെഷ്യൽ കൂട്ടാണ്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. ഞാനൊരു ദിവസം അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ റൈസ് എല്ലാം വെന്ത് നമ്മൾ പള്ളി വിരിഞ്ഞ് വന്ന ശേഷം തന്നെ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഞാനും മക്കളും എല്ലാവരും കൂടെ പോവും. പിന്നെ എൻ്റെ കയ്യിലുള്ളത് മോതിരമല്ല കേട്ടോ, അത് മുടിയിലിടുന്ന ബണ്ണാണ്. അതറിയാതെ അതിൽ പെട്ടുപോയതാണ്. അപ്പം നമ്മൾ ഇതാ ചെറുക്കൻ സെറ്റായിട്ടുണ്ട് കേട്ടോ. സീനാണ്. നമ്മൾ പോവുകയാണ്. എൻ്റെ വീട്ടിലെത്തിയ ശേഷം പിന്നെ നമ്മൾ ബീച്ച് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അപ്പോൾ ആ ഏകാന്തതയിൽ നടക്കുന്ന ആൾ എൻ്റെ അമ്മയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു, ഫോട്ടോ ഒക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. ഇതാ കണ്ടില്ലേ, കുറുമ്പനാണ് ആൾ. താഴെ